ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സം ഫിറ്റ്നസ്. എൻ്റെ പേര് ഷിനിൽ, ഫിറ്റ്നസ് ട്രെയിനറാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് കാർഡിയോ എക്സസൈസുകളാണ്. നമുക്ക് എന്താ പറയുക, ഷുഗർ, കൊളസ്ട്രോൾ, BP, തൈറോയിഡ്, PCOD ഇതിനെല്ലാത്തിനും വേണ്ടിയുള്ള എല്ലാവർക്കും എന്ത് അസുഖത്തിന് പോയാലും ഡോക്ടറിൻ്റെ അടുത്ത് കാണാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് വ്യായാമം എന്താണ് നിങ്ങളുടെ ജോലി എന്ന് ചോദിക്കുക ആദ്യം. അതിനുശേഷം നിങ്ങൾക്ക് വ്യായാമക്കുറവുണ്ട്, അതിന് എക്സസൈസ് ചെയ്യണം, രാവിലെ കുറച്ച് നേരം നടക്കാൻ പോകൂ എന്നൊക്കെ ആദ്യം പറയും. ഷുഗറിൻ്റെ ബോർഡർ നിൽക്കുകയാണ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ബോർഡർ നിൽക്കുകയാണ് ചെയ്യാൻ പറയും. എല്ലാവരും എന്തെങ്കിലും ഒരു അസുഖം, അതായത് എന്താ പറയുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമ്പോഴായിരിക്കും ഡോക്ടറിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം ഉണ്ടായിരിക്കും. അതിന് മുന്നേ എക്സസൈസ് ചെയ്യുന്നവർ വളരെ 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 ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും നീട്ടുന്നില്ല, നമുക്ക് എക്സസൈസാണ് മെയിനായിട്ടും വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ 3 അല്ലെങ്കിൽ 4 സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു സെറ്റായിരിക്കും ചെയ്യുന്നത്, ഒരു സെറ്റ് എല്ലാത്തിൻ്റെ ഓരോ എക്സസൈസിൻ്റെ ഓരോ സെറ്റായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം ചെയ്യണം, എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടും. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉറപ്പായിട്ടും ഓരോരോ ദിവസം ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം നിങ്ങൾക്ക് ബോറടിക്കരുത്, മനസ്സിലായില്ലേ? ഇപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നടക്കാൻ പോകുക അല്ലെങ്കിൽ ഒരു സെയിം വർക്കൗട്ട് എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടി. ആ ബോറടി ഒഴിവാക്കാനായിട്ട് പല പല പാർട്ടിന്, ഇപ്പോൾ ഓൺ ബോഡി ഫുൾ ബോഡി വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷേ ഓരോ ദിവസവും ഓരോരോ പാർട്ടിന് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണോടൊന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ അടുത്തടുത്ത എപ്പിസോഡിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. റെഡി. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർലോക്ക് ചെയ്യുക. കൈ ഇന്റർലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക, നല്ലപോലെ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. കാലിൻ്റെ ടോയിലേക്ക് നിൽക്കുക, നല്ല കൈ സ്ട്രൈറ്റ് ആയിട്ട്. ഓക്കെ, അതിനുശേഷം സൈഡിലേക്ക് കൈ ഒന്ന് സൈഡിൽ നിൽക്കുക. ഓപ്പോസിറ്റ് മതി, ഫ്രീ ആയിട്ട് ചെയ്താൽ. ഓക്കെ, ബിഗിനേഴ്സിന് ആം റൊട്ടേഷൻ, കൈ ഫ്രണ്ടിലേക്ക് ഒരു 10 ടൈംസ് നേരെ കുറയും. 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, സെയിം മതി. ഒരു കൈ മേലേക്ക് ഒരു കൈ താഴെ. 1 2 ഓൾട്ടർനേറ്റ് മാറ്റി മാറ്റി. എന്നോടൊപ്പം ചെയ്യാൻ നോക്കുക, ഞാൻ ചെയ്യുന്നതിനോടൊപ്പം ചെയ്യാൻ നോക്കുക. സെയിം സൈഡിലേക്ക് ഒരു കൈ പുറകിൽ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യും. ഇപ്പോൾ സ്ട്രെച്ച് ആണ്. പുറകിൽ സെയിം. പുറകിലേക്ക് പോവുക. ഓക്കെ, സ്വിമ്മിങ്, നമ്മൾ നീന്തുന്ന പോലെ നമ്മൾ സ്വിം ചെയ്തില്ല, നീന്തുന്നില്ല, അങ്ങനത്തെ ഇത് തന്നെ ഇങ്ങനെ പോവുക. ഓക്കെ, സെയിം നേരെ പുറകിലേക്ക്, അതിപ്പോ ചെയ്ത് തന്നെ നേരെ പുറകിലേക്ക് കൂടെ പോവുക. സെയിം നേരെ പുറകിലേക്ക്. കഴിഞ്ഞു. ഒരു സ്ട്രൈറ്റ് ഒരു കൈ മടക്കി. ഓക്കെ, കാണുക. ഓക്കെ, സെയിം ഷോൾഡർ ടച്ച്. മുതൽ ഷോൾഡർ സ്ലോ ചെയ്യണം, സ്പീഡൊന്നും വേണ്ട, സ്ലോ. റെഡി. സെയിം 2 കൈ സൈഡിലേക്ക് വയ്ക്കുക, ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. തിരിച്ച് വീണ്ടും സൈഡിലേക്ക്. ഒരു 20 ടൈംസ് ചെയ്യണേ. ഓക്കെ, കഴിഞ്ഞ ശേഷം സെയിം ഇത് തന്നെ കൈ മേലിലേക്കും താഴെ. മേലിലേക്ക് വരുന്നു, പയ്യെ താഴെ. അതൊരു 20 ടൈംസ്.
കൈ തിരിച്ച് പാവം മേലിലേക്ക്, ഈ പാവം മേലിലേക്ക് നോക്കി. ഓക്കെ, സെയിം. ഓക്കെ, സെയിം കഴിഞ്ഞു. അതിനുശേഷം രണ്ടെണ്ണം ടിപ്സ് ഇതെല്ലാം കഴിഞ്ഞു. ഈ ഭാഗം ഇവിടെ വയ്ക്കുക, ചെറിയൊരു റൊട്ടേഷൻ. അതെ, നമ്മുടെ മുട്ട് ചേർന്ന് വരും. ഓക്കെ, സെയിം. സെയിം പുറകിൽ, ഇപ്പൊ ഫ്രണ്ടിലേക്ക് പോയത് നേരെ പുറകിൽ, മുട്ടുകൾ തമ്മിൽ എന്താ ചേർന്ന് പുറകെ. ഓക്കെ, റെസ്റ്റ് എടുക്കുക. അതിന് രണ്ട് കൈ സൈഡിലേക്ക്. ഓക്കെ, സൈഡിലേക്ക് ചെറിയൊരു സർക്കിൾ, രണ്ട് സൈഡിലും ചെറിയൊരു സർക്കിൾ ഫോം ചെയ്യും. കുറേശ്ശെ വലുതാക്കുക, ലേശം കുറേശ്ശെ വലുതാക്കുക. കൈ താഴ്ത്തരുത്, മാക്സിമം വലിയൊരു സർക്കിൾ ഫോം ചെയ്യും. കൈ താഴ്ത്തരുത്. തിരിച്ചതേപോലെ ഓപ്പോസിറ്റ്. കുറേശ്ശെ ചെറുതായി വരിക. ഇങ്ങനെ നിൽക്കട്ടെ, ചെറുതായി അവിടെ നിൽക്കട്ടെ. സെയിം സൈഡിലേക്ക്. കൈ താഴ്ത്തരുത്. ഓക്കെ, റെസ്റ്റ് എടുക്കുക. അതിനുശേഷം ഹിപ്പ് റൊട്ടേഷൻ. ജസ്റ്റ് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ്. അതിനുശേഷം മേളിൽ രണ്ട് മാങ്ങ നിൽക്കുന്നത്, മേളിൽ അതിനെ പിടിച്ച് ശക്തിയായിട്ട് താഴെയുണ്ട്. ഒപ്പം കാലം 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 20. റെസ്റ്റ് എടുക്കുക. നിൽക്കുക, കൈ ക്രോസ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റെസ്റ്റ് എടുത്തതിന് ശേഷം പയ്യെ റെസ്റ്റ് എടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാല് നിൽക്കുന്നത്, ഈ കാലിൻ്റെ ഉൾവശത്തൊക്കെ ഫാറ്റ് ഉണ്ടോ, ചിലപ്പോൾ നല്ല വൃത്തികേട് പോലെ ഫീൽ ചെയ്യും. ഈ ഭാഗം ഉൾവശം രണ്ട് സൈഡിലും ഉണ്ടാവും നല്ല ഫാറ്റ്. അതിനു വേണ്ടിയാണ് നിൽക്കുക. കാല് മേലിലേക്ക് എടുത്ത് കറക്കി സൈഡിലേക്ക്. ടോ ഇപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കും. ഓക്കെ, സൈഡിലേക്ക് നോക്കി. തിരിച്ച് അതേപോലെ തിരിച്ച് നേരെ ഒരു കാലിൽ തന്നെ 20 ടൈംസ് ചെയ്യാം. 2 നല്ലപോലെ മേലിലേക്ക് വരും കേട്ടോ. 90 ഡിഗ്രി ഒന്ന് തിരിച്ചു വെച്ചു. ഇനി 90 ഡിഗ്രി കാല് തിരിഞ്ഞ് സൈഡിലേക്ക്. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Okay, measure same opposites. 1 2 3 4 5 6 7 കാല് സൈഡിലേക്കാണ്. 8 9 10 11 13 14 15 16 17 18 19 20. റിലാക്സ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത എക്സസൈസ്. റെഡി. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നിന്നിട്ട് തന്നെ സ്പീഡിൽ ഓടുക. ഓക്കെ, 1 2
3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അതിന് നേരെ പ്ലാൻ പൊസിഷനിൽ. പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉണ്ടോ ഇങ്ങനെ നിൽക്കും. കൈയുടെ മുട്ടുകുത്തി ബട്ടക്സ് ഇതാ ഫ്രണ്ടിലേക്ക് നോക്കി നിൽക്കുക. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നിൽക്കുക. ഇത് തന്നെയാണ്. മാറി. ഓക്കെ, നിങ്ങളെ കൊണ്ട് എന്ത് കഴിയും അത് ചെയ്താൽ 25 times. ഓക്കെ, റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത എക്സസൈസിലേക്ക് പോകും. അടുത്ത എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ഇതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്നു. കൈ ഇന്റർലോക്ക് ചെയ്യുക. രണ്ട് കാലും കൈ രണ്ട് സൈഡിലേക്ക് കുറേ കാൽ നീട്ടി വെക്കുക. സ്ട്രെച്ച് ചെയ്യുക. നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത ശേഷം പയ്യെ നടന്ന് കയറി വരും. കൈയുടെ ഒപ്പം കാലിൽ അല്ല, കൈയുടെ ഒപ്പം കാലിൽ വരും. ഓക്കെ, വീണ്ടും രണ്ട് കൈ താഴേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. പയ്യെ നടന്ന് ഒപ്പം വരും. ഓക്കെ, കൈയുടെ ഒപ്പം കാല് വെച്ച് വീണ്ടും സെയിം സ്ട്രെച്ച് ചെയ്യുക. കുറേശ്ശെ കൈ എടുക്കരുത്. സ്ട്രെച്ച് ചെയ്യുക. കൈ അവിടെ എടുക്കരുത്, കൈ അവിടെ തന്നെ ചെയ്യും. ഇങ്ങനെ 8 അല്ലെങ്കിൽ 10 പ്രാവശ്യം മിനിമം ചെയ്യും. അപ്പോൾ ഇത്രയും എക്സസൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ചെയ്യുക. നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 സെറ്റ് മിനിമം ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടൂ. ഇപ്പോൾ കൊളസ്ട്രോൾ ആയിക്കോട്ടെ, തൈറോയിഡ് ആയിക്കോട്ടെ, PCOD ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ ഒരു 40 മിനിറ്റ് നല്ലതുപോലെ വിയർത്ത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട്. നല്ലപോലെ വിയർക്കുക നിങ്ങൾ. അപ്പം എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.